ബാലനും രാമനും ഒക്കെ മുസ്ലിം, പള്ളിയിലെ മൊയ്യാർ കാഫിർ. ഒന്ന് വെച്ചുകൊടുത്ത കാഫിറൂൻ എന്ന ഖുർആനിലെ 109 അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കാഫിർ എന്ന് പറഞ്ഞാരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് ചോദിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ, കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ, ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പോഴറിയങ്ങള്, അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പേ അത് കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തോലെ ആരാധിക്കുക. എന്നാ മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. മനസ്സിലായില്ലേ? ഏത് ഉസ്താദാ പറഞ്ഞ് അല്ലല്ലാത്തവരെ ആരാധിക്കാൻ? ഇയാൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മക്കറിയില്ല. നമ്മളെ ഉസ്താദും പറഞ്ഞില്ല അല്ലല്ലാത്തവൻ ആരാധിക്കാൻ. 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് കുത്തിരി ചൊല്ലുന്ന നമ്മളാ അല്ലല്ലാത്തവൻ ആരാധിക്കാൻ തുടങ്ങും.